സോ ആപ്പിൾ അങ്ങനെ ഒഫീഷ്യലി ആപ്പിളിൻ്റെ സെപ്റ്റംബർ ഇവൻറ്റ് അനൗൺസ് ചെയ്തേക്കുവാണ്. അതായത് ഐഫോൺ 17 സീരീസിൽ ലോഞ്ച് ചെയ്യുന്ന ഇവൻറ്റ് ആപ്പിൾ ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അപ്പോൾ എന്നാണ് ഈ ഒരു ഇവൻറ്റ്, എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, പ്രോഡക്റ്റുകളുടെ പ്രൈസിങ്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ആപ്പിൾ ഇന്നലെ വൈകിട്ടാണ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ടാഗ് ലൈനോടെ ഈ ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ഡ്രോപ്പ് ചെയ്തത്. ഈ വരുന്ന സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി 10:30 ഈ ഒരു ഇവന്റ് ആപ്പിൾ ഹോസ്റ്റ് ചെയ്യുന്നത്. 10:30 ഇന്ത്യൻ സമയം 10:30 എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന രാജ്യത്തെ ടൈമോട്ട് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ടൈം കിട്ടും. സോ രാത്രി 10:30 ലൈവായിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ, ആപ്പിളിൻ്റെ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിലും ഈ ഒരു ഇവന്റ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും, കാണാൻ സാധിക്കും. എല്ലാ വർഷത്തെ പോലെ നമ്മളുടെ ചാനലിൽ ഇതിൻ്റെ ലൈവ് റിയാക്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഒരു ഇവന്റ് കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 2, എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഇവന്റിൽ എക്സ്പെക്ട് ചെയ്യാം. ആസ് യൂഷ്വൽ സ്റ്റാർട്ടിംഗ് വിത്ത് ഐഫോൺ ലൈനപ്പ്. ഐഫോൺ 17 സീരീസിൻ്റെ 4 മോഡൽസാണ് ഈ വർഷം ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത്. അതിൽ സംസാര വിഷയമാകാൻ പോകുന്ന ഒരു മോഡൽ എന്ന് പറയുന്നതും ഇതിൻ്റെ 17 എയർ എന്ന് പറയുന്ന മോഡലായിരിക്കും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ തിന്നസ്റ്റ് ഐഫോൺ എവർ. സോ ഇറ്റ്സ് ലൈക്ലി ഗോയിങ് ടു ബി 5.5 mm തിക്നെസ് ആയിരിക്കും. ആപ്പിൾ കഴിഞ്ഞ വർഷം ഐപാഡ് പ്രോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൽ ഏറ്റവും തിന്നസ്റ്റ് 5.8 ആയിരുന്നു. ഇത് അതിനേക്കാൾ ചെറുതായിട്ടുള്ള 5.5 mm തിക്നെസ് ആണ്. സോ ഇത്രയും തിന്നറായിട്ടുള്ള ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വരുമ്പം ലഭിക്കാൻ പോകുന്ന ഒരു ഫീൽ എന്തായിരിക്കും? ലുക്ക് വൈസും ഫീൽ വൈസും ദാറ്റ് ഈസ് എൻ അമേസിങ് പ്രോഡക്റ്റ്. പക്ഷേ സെയിൽ വൈസ് ഇതെങ്ങനെ ആപ്പിളിന് പ്രോഫിറ്റബിൾ ആകും, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഇതിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ ഫസ്റ്റ്, ക്യാമറ. 48 MP ഒരു സിംഗിൾ ലെൻസ് ക്യാമറ ആയിരിക്കും. ഇപ്പം 16E പോലെ തന്നെ ഒരു 2x ഓപ്ഷനും കൂടെ കാണും. പക്ഷേ അതൊരു സെൻസർ ക്രോപ്പ് ഓപ്ഷൻ ആയിരിക്കും. ഡിജിറ്റൽ സൂം ആയിരിക്കും അതിൽ വരാൻ പോകുന്നത്. പക്ഷേ ഓൾ അക്രോസ് 4 മോഡൽസിലും ഫ്രണ്ട് ഫേസിംഗ് വരാൻ പോകുന്ന ക്യാമറ എന്ന് പറയുന്നത് പുതിയ 24 MP ഒരു ക്യാമറ അല്ലെങ്കിൽ സെൻസർ ആയിരിക്കും. സോ ഇനി മുതൽ നിങ്ങളുടെ ഫ്രണ്ട് ഫേസിംഗ് വീഡിയോസ്, സെൽഫീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലുക്സ് ഗുഡ്. കാരണം പുതിയ സെൻസറാണ്, പുതിയൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെയുള്ള എല്ലാ മോഡൽസിലും 12 MP ക്യാമറയാണ്. 2, ബാറ്ററി. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസിങ്ങോടെ ആയിരിക്കും ഈ ഒരു ബാറ്ററി വരുന്നത്. ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ 2.49 mm മാത്രമാണ് ഈ ഒരു ബാറ്ററിയുടെ തിക്നെസ്. സോ അത് കവർ ചെയ്തേക്കുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസിങ്ങിലാണ്. സോ ബാറ്ററി ഡ്യൂറബിലിറ്റി മേ ബി കൂട്ടാനായിരിക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാനായിരിക്കാം. പക്ഷേ ആപ്പിളിന് ഇതൊരു ഓൾട്ടർനേറ്റീവ്, ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റൊരു വശമെന്ന് പറയുന്നത് ആപ്പിൾ ഇതിൻ്റെ നെറ്റ്വർക്ക് മോഡത്തിലൂടെയാണ്. കാരണം ആപ്പിളിൻ്റെ സ്വന്തം ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള C1 എന്ന് പറയുന്ന ഈ ഒരു 16E ആപ്പിൾ കൊടുത്തിരിക്കുന്ന സെയിം മോഡമായിരിക്കും ആപ്പിൾ ഇതിലും കൊടുക്കാൻ പോകുന്നത്, സെല്ലുലാർ മോഡം. അതോടൊപ്പം തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ചിപ്പായിരിക്കും ആപ്പിൾ ഇതിലും കൊടുക്കാൻ പോകുന്നത്. ദെൻ കംസ് ദ നെക്സ്റ്റ് ഐഫോൺ 17, അതായത് ദ ബേസ് മോഡൽ. സോ ലുക്ക് വൈസ് ഒന്നും പറയാനില്ല, ഇപ്പോൾ ഉള്ള 16 പോലെ തന്നെ. കളേഴ്സിന്റെ കാര്യത്തിൽ മേ ബി ഒരു ചേഞ്ച് വന്നേക്കാം. 6.1 ഇഞ്ച് എന്നുള്ളത് മാറി 6.3 അപ്സൈസ് ചെയ്യുന്നു. സോ സ്ലൈറ്റ്ലി ലാർജർ ഡിസ്പ്ലേ ആൻഡ് ഡിവൈസ് ആയിരിക്കും അത്. അതോടൊപ്പം തന്നെ 120 Hz റീഫ്രഷ് റേറ്റും ആപ്പിൾ ഇതിൽ കൊടുക്കുന്നു. ഇന്റേണലി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് പുതിയ A90 എന്ന് പറയുന്ന പ്രോസസ്സറായിരിക്കും. അത് എയറിലും അതോടൊപ്പം 17 ബേസ് മോഡലിലും ഇപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ ബാറ്ററി ആയിരിക്കും ഇതിൽ കൊടുക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ യാതൊരു ചേഞ്ചും ഈ മോഡലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മെച്ചപ്പെട്ട, അതായത് 16 മെച്ചപ്പെട്ട 16S എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു മോഡലായിരിക്കും ഈ വർഷത്തെ 17 ബേസ് മോഡൽ എന്ന് പറയുന്നത്. തരക്കേടില്ല, നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ് എന്ന് നമുക്ക് തോന്നുന്ന അപ്ഗ്രേഡുകളാണ് ഈ വർഷം 17 ബേസ് മോഡൽ വരാൻ പോകുന്നത്. ദെൻ കംസ് ദി പ്രോ മോഡൽസ്, 17 Pro ആൻഡ് Pro Max. ഇതിലാണ് മൊത്തം ഹൈലൈറ്റ് ഇരിക്കുന്നത്. ഇതിൽ വരാൻ പോകുന്ന ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്കിലുള്ള ചേഞ്ചാണ്. നിങ്ങൾ അകലേന്ന് കണ്ടാലും അടുത്തുനിന്ന് കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു 17 ആണ്. കാരണം ഇതുവരെ നമ്മൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് 12 സീരീസ് മുതൽ നോക്കുകയാണെങ്കിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഓരോ വർഷം കഴിയും തോറും ആ ക്യാമറ മൊഡ്യൂളിൻ്റെ സൈസ് മാത്രം മാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ വേറെ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. 17 സീരീസിലേക്ക് വരുമ്പോൾ ഈ വർഷം ആപ്പിൾ കംപ്ലീറ്റ്ലി ഒരു റീഡിസൈൻ ആണ് കൊണ്ടുവരുന്നത്, എസ്പെഷ്യലി ഇൻ ദ ബാക്ക് പാനൽ. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കംപ്ലീറ്റ്ലി സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടി ഈ അറ്റത്തേക്ക് കൊണ്ടുവരുന്നു. വലിച്ചു നീട്ടിയ ക്യാമറ മൊഡ്യൂളിന് തൊട്ട് താഴെ സെപ്പറേറ്റ് പോർഷനിലായിരിക്കും നമ്മളുടെ ഗ്ലാസ് പാനൽസ് വരുന്നത്. അതായത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വേണം. സോ അങ്ങനെ ഒരു സെപ്പറേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷത്തെ പ്രോ സീരീസ് ഐഫോണുകളുടെ ബാക്ക് പാനൽ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ഒരൊറ്റ സിംഗിൾ ബോഡി അലുമിനിയം ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കും ബാക്ക് പാനലിൽ വരാൻ പോകുന്നത്. അതിൻ്റെ റീസൺ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം 3 48 MP സെൻസർ വരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ടെലിഫോട്ടോ ക്യാമറ അല്ലെങ്കിൽ സെൻസർ എന്ന് പറയുന്നത് 48 MP സെൻസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണ്. ആ 3 സെൻസേഴ്സ് അടുത്തടുത്ത് വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിന് പുറമെ ശ്രദ്ധിച്ചേക്കണം, ടെലിഫോട്ടോ ലെൻസിന്, സെൻസറിനല്ല ടെലിഫോട്ടോ ലെൻസിന് ആപ്പിൾ ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാൻ പോവാണ്.
സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ലെൻസിന് പകരം മൂവബിൾ ആയിട്ടുള്ള ലെൻസ് ആദ്യമായിട്ട് ഒപ്റ്റിക്കലി നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റുന്ന ലെൻസ് ആണ് ആപ്പിൾ ആദ്യമായിട്ട് ഐഫോണിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സോണി, കാനോൺ ഇതിനൊക്കെ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ബാഗിൽ നിന്ന് എടുത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ സെൻസർ ഇങ്ങനെ വെളിയിലേക്ക് തള്ളി വരുന്ന കാണാൻ സാധിക്കും. അതാണ് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ. അതിന് ലെൻസ് അറ്റാച്ച്മെന്റ്സ് ഒന്നുമില്ല, അതിൽ തന്നെ ബിൽറ്റിനായിട്ട് ലെൻസ് കാണും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക്കലി മൂവബിൾ ആയിട്ടുള്ള ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് ആപ്പിൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്പേസ് അവിടെ വേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഈ ഒരു ചെറിയ ഫ്രെയിമിൽ നമുക്കത് ഒതുക്കാൻ സാധിക്കത്തില്ല. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് പുറമെ ആപ്പിൾ ആദ്യമായിട്ട് അവരുടെ സെല്ലുലാർ ആൻറ്റിനാസ് ഈ ക്യാമറ മൊഡ്യൂളിൻ്റെ താഴെ, അതായത് ആപ്പിൾ വാച്ച് അൾട്ര കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് അൾട്രയുടെ ഈ ഡിസ്പ്ലേയുടെ താഴെയായിട്ടാണ് ഇതിൻ്റെ സെല്ലുലാർ ആൻറ്റിന കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ക്യാമറ മൊഡ്യൂളിൻ്റെ താഴെയായിട്ട് ആപ്പിൾ സെല്ലുലാർ ആൻറ്റിനാസ് കൊടുക്കുവാണ്. ഈ സൈഡുകളിൽ, ഐഫോണിൻ്റെ സൈഡുകളിൽ കൊടുക്കുന്നതിന് പകരം മൊഡ്യൂളിൻ്റെ താഴെയായിട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ കൂടെ ആപ്പിൾ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ കൊടുക്കുന്നതുകൊണ്ടാണ് അതൊരൊറ്റ സിംഗിൾ യൂണിബോഡി സ്ട്രക്ചറായിട്ട് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഈ ഒരു വ്യത്യാസം ഈ ബാക്ക് പാനലിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഇന്റേണലി ഇതിൽ A19 Pro എന്ന് പറയുന്ന പുതിയ ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ ബിൽഡ് ചെയ്തേക്കുന്ന ചിപ്പാണ്. പക്ഷേ കുറച്ചും കൂടെ ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ വാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ലോഡ് കപ്പാസിറ്റി ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഡിവൈസ് ഹീറ്റ് ആകാതെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇന്റർണൽ ഡിസൈൻ ചേഞ്ചും ആപ്പിൾ ഈ വർഷം കൊണ്ടുവരുന്നുണ്ട്. അതാണ് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം. ഇതോടൊപ്പം ബാറ്ററി ഇംപ്രൂവ്മെന്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 5000 mAh ബിഗർ ബാറ്ററിയാണ് 17 Pro Maxൽ ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. സോ കണ്ണും പൂട്ടി ചാർജിങ്ങിനെ പറ്റി വറി ചെയ്യാതെ നമുക്ക് സന്തോഷമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി പ്രൈസ് വൈസ് ചെറിയൊരു വ്യത്യാസം പ്രോ മോഡൽസ് വരും. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ലാഭമാണ് വരാൻ പോകുന്നത്. പല സോഴ്സുകളിൽ നിന്നുള്ള ലീക്കുകൾ സൂചിപ്പിക്കുന്നത് $50 ഒരു പ്രൈസ് ഇൻക്രീസ് പ്രോ മോഡൽസിൽ ആപ്പിൾ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ ആ കൊണ്ടുവരുന്ന $50 പ്രൈസ് ഇൻക്രീസ് നമുക്കൊരു ലാഭമായിട്ട് മാറുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ കപ്പാസിറ്റി ആപ്പിൾ മാറ്റുവാണ്. 125 GB കപ്പാസിറ്റി എന്നുള്ളത് മാറി 256 ആയിരിക്കും ഇതിൻ്റെ ബേസ് മോഡൽ കപ്പാസിറ്റി വരാൻ പോകുന്നത്. ഐഫോൺ ലൈനപ്പ് കഴിഞ്ഞാൽ പിന്നെ എയർപോഡ്സ് ആണ്. എയർപോഡ്സ് പ്രോ 3rd ജനറേഷൻ ആപ്പിൾ ഈ വർഷം ലോഞ്ച് ചെയ്യും. സോ ഇതിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡിസൈൻ വൈസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ലീക്ഡ് ഇമേജ് ആണ്, അതായത് ഇതൊരു കേസ് ഇമേജ് ആണ്. ഇത് പ്രോ 3rd ജനറേഷൻ്റെ കേസിൻ്റെ ഡിസൈനാണ്. നിലവിലുള്ള പ്രോയിനേക്കാൾ ചെറുതായിട്ടുള്ള കേസ് ഡിസൈനാണ്. ഇതോടൊപ്പം ബഡുകളുടെ ഡിസൈൻ്റെ കാര്യത്തിലും ആപ്പിൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ചെവിയിൽ വെക്കുമ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് പോകുന്ന രീതിയിലുള്ള ബഡ് ഡിസൈനുമായിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ബീറ്റ്സ് പ്രോയിൽ റീസെൻ്റ്ലി കൊണ്ടുവന്ന ആ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെൻസേഴ്സും ആപ്പിൾ ഇതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. H3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്പായിരിക്കും ആപ്പിൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. H3 ചിപ്പ് വരുന്നതുകൊണ്ട് തന്നെ 2 ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന്, ഓഡിയോ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഉള്ളത് മോശമല്ല, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി എലോങ് വിത്ത് ബെറ്റർ ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ 2 കാര്യത്തിലും മോശമല്ല. ഈ ഒരു ചിപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ ആണ്. മറ്റൊരു ഭാഷ നമ്മൾ കേൾക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ലൈവായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷയിലേക്ക് നമ്മളെ കേൾപ്പിക്കും. അതോടൊപ്പം ഓപ്പോസിറ്റ് ഉള്ള ആൾ ഇതുപോലെ തന്നെ ഒരു ബഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നേറ്റീവ് ലാംഗ്വേജ് അവർ കേൾക്കുന്നത് അവരുടെ ലാംഗ്വേജിലായിരിക്കും. സോ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഫീച്ചർ വരാനുള്ള ചാൻസസ് ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പം കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, കുറച്ചും കൂടെ സ്കെയിലബിൾ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ആണ് എയർപോഡ്സ് പ്രോ 3rd ജനറേഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എയർപോഡ്സ് വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇത് കഴിയുമ്പം ആപ്പിൾ വാച്ചുകൾ, ആപ്പിൾ വാച്ചിൻ്റെ 3 പുതിയ എഡിഷൻ. ഒന്ന് ആപ്പിൾ വാച്ച് സീരീസ് 11. സീരീസ് 11 എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 16 പോലെയാണ്. 16 നിന്ന് വലിയ അപ്ഗ്രേഡ് ലുക്കിലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് സീരീസ് 11ലും. കാരണം കഴിഞ്ഞ വർഷമാണ് ആപ്പിൾ ഒരു കാര്യമായിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ച് സീരീസ് 10ൽ കൊണ്ടുവന്നത്. ആ ഒരു ഫ്ലാറ്റി ആയിട്ടുള്ള, കുറച്ചും കൂടെ കേർവ്ഡ് ആയിട്ടുള്ള ബോർഡർ കയറിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആ ഒരു പാനലിലേക്ക് കൊടുത്തു. സോ ലുക്കിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ചിപ്പിൻ്റെ കാര്യത്തിലും വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. പുതിയ പേരിൽ പഴയ ചിപ്പ് തന്നെയായിരിക്കും ആപ്പിൾ ഇതിലും കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്ന പുതിയൊരു സെൻസേഴ്സ് ആപ്പിൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ബ്ലഡ് പ്രഷർ സെൻസേഴ്സ് ഓൾ അക്രോസ് നമുക്ക് അൾട്രയിലും പുതിയ അൾട്ര 3ലും ആപ്പിൾ കൊണ്ടുവരുമായിരിക്കും. റീസെൻ്റ്ലി റിലീസ് ചെയ്ത iOS 26ൻ്റെ ബീറ്റ കോഡുകളിൽ റിവീൽ ചെയ്തൊരു കാര്യമാണ്
വരാൻ പോകുന്ന ആപ്പിൾ വാച്ച് അൾട്ര 3rd ജനറേഷൻ. അതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നു. ഇപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ ഡിസ്പ്ലേയും ബെസലും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതായത് ഗ്യാപ്പ് മീൻസ് അതിൻ്റെ ബോർഡേഴ്സ്. സോ ആ ഒരു ബോർഡേഴ്സ് കുറച്ചും കൂടെ ക്ലോസ് ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള വൈഡർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ ഈ പ്രാവശ്യം അൾട്രയിൽ കൊടുക്കാൻ പോകുന്നത്. ആൻഡ് വൈഡർ OLED പാനൽസ്, അതായത് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്ന വൈഡ് OLED പാനൽസ് ആണ് ആപ്പിൾ അൾട്ര 3യിൽ കൊടുക്കാൻ പോകുന്നത്. എലോങ് വിത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും അതോടൊപ്പം സാറ്റലൈറ്റ് കോളിങ്ങിനുള്ള സൗകര്യം. ഇതുവരെ നമുക്കറിയാം ഐഫോണിൽ മാത്രമായിരുന്നു സാറ്റലൈറ്റ് കോളിംഗ് ഫീച്ചർ കൊടുത്തിരുന്നത്. എന്നാൽ ആപ്പിൾ വാച്ച് അൾട്രയിലേക്കും ആപ്പിൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നു. ഇതോടൊപ്പം ആപ്പിൾ അവരുടെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഫീച്ചർ മറ്റു പുതിയ രാജ്യങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസും ഈ ഒരു അവസരത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷമാണ് ആപ്പിൾ വാച്ച് SE 3rd ജനറേഷൻ. സോ നിലവിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 ജനറേഷൻ 1, 2 തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ജനറേഷൻ 3യിലേക്ക് വരുമ്പം കുറച്ച് പുതിയ കളേഴ്സ് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ലീക്സിലെല്ലാം നമ്മൾ ആദ്യം കേട്ടത് കുറച്ചും കൂടെ അഫോർഡബിൾ ആകാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആപ്പിൾ അത് പ്ലാസ്റ്റിക് ടൈപ്പിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നില്ല. അതിന് പകരം ആപ്പിൾ വാച്ച് 7 സീരീസിൻ്റെ ആ ഒരു ഡിസൈനും ഹൗസിങ്ങും ആയിരിക്കും കടമെടുക്കാൻ പോകുന്നത്. സോ ആപ്പിൾ വാച്ച് സീരീസ് 7ൻ്റെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ബോഡി ആയിരിക്കും ആപ്പിൾ വാച്ച് SE 3യിലേക്ക് ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ ലുക്കും ഫീലും നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ അതുപോലുള്ള കുറച്ച് അപ്ഗ്രേഡുകളും SE 3rd ജനറേഷനിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ വാച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് എയർടാഗ് ആണ്. എയർടാഗിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ എയർടാഗ് 2. സോ ഇതിൽ ആകെ ഡിസൈനിൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആകെ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ളതിനേക്കാൾ 3 മടങ്ങ് റേഞ്ച് വരുന്ന അല്ലെങ്കിൽ റേഞ്ച് കപ്പാസിറ്റി ഉള്ള വിസിബിലിറ്റി ഉള്ള ഒരു പുതിയ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ആ ഒരു ചിപ്പ് UW ചിപ്പ് എല്ലാ ഡിവൈസുകളിലും നമുക്ക് ലഭിക്കാനുള്ള ചാൻസസും ഉണ്ട്. അലോങ് വിത്ത് നമ്മുടെ പുതിയ വിഷൻ പ്രോയിലെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഷൻസ് ഒന്നും ആപ്പിൾ ഈ വർഷം എന്തായാലും റിലീസ് ചെയ്യത്തില്ല. അതിന് പകരം ഇപ്പോൾ ഉള്ള വിഷൻ പ്രോയിൽ വളരെ മൈനറായിട്ടുള്ള കുറച്ച് അപ്ഗ്രേഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവരുന്നു. അത് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആരും എടുക്കാനും പോകുന്നില്ല. എനിവേ ഇത്രയധികം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയധികം പ്രോഡക്റ്റുകളാണ് ആപ്പിൾ ഈ ഒരു ഇവൻറ്റിൽ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.